ഹലോ മകളെ, വെൽക്കം ബാക്ക് ടു ആർക്കിടെക്സ്. ഇറ്റ്സ് മീ വടകൻ. മകളെ, ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് എങ്ങനെയാണ് നമ്മുടെ ട്രാൻസ്ഫറുകൾ അപേക്ഷിക്കുക എന്നുള്ളതാണ് അല്ലെ. പ്രത്യേകിച്ച് 120ഓളം ബാച്ചുകൾ അധികം വന്ന ഈ ഒരു സാഹചര്യത്തിൽ നിങ്ങൾക്ക് ട്രാൻസ്ഫർ കിട്ടാനുള്ള ചാൻസ് എന്ന് പറയുന്നത് ഹൈ ലെവലിലാണ്. നിങ്ങളിപ്പോൾ പഠിക്കുന്നത് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട സ്കൂളിലല്ല അല്ലെങ്കിൽ ഇഷ്ടപ്പെട്ട കോഴ്സിലല്ല എന്നുണ്ടെങ്കിൽ എങ്ങനെ ട്രാൻസ്ഫർ കൊടുക്കും എന്നുള്ളത് നിങ്ങൾക്ക് കൃത്യമായിട്ട് ചെക്ക് ചെയ്യാൻ സാധിക്കും. സോ എൻ്റെ മക്കൾ, ഈ വീഡിയോ അവസാനം വരെ കാണുക. ആദ്യമായിട്ടാണ് ഈ ചാനൽ കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. ഒരു കാര്യം കൂടി ഞാൻ ഓർമ്മിക്കുകയാണ്, ട്രാൻസ്ഫർ എന്ന് പറയുമ്പോൾ വളരെ പോസിബിലിറ്റി കുറവാണെന്ന് വിചാരിച്ചിരിക്കരുത്. ഇതിന് ഈ പ്രാവശ്യത്തെ ട്രാൻസ്ഫറിന്റെ പ്രത്യേകതയുണ്ട്. ഐ റിപ്പീറ്റ്, 120ഓളം ബാച്ചുകളാണ് പുതുതായിട്ട് അനുവദിച്ചിട്ടുള്ളത്. സോ ഈ ഒരു ബാച്ചുകളിലേക്ക് നിങ്ങൾക്ക് അഡ്മിഷൻ ലഭിക്കാനുള്ള പോസിബിലിറ്റി, ചാൻസ് ആണ് എന്തെന്ന് പറയുന്നത് ഈ ഒരു ട്രാൻസ്ഫർ എന്ന് പറയുന്നത്. പല സ്കൂളുകളിലും സീറ്റ് ഇല്ലാത്തൊരു സാഹചര്യത്തിലാണ് അവിടെ ഇപ്പോൾ പുതിയ ബാച്ചുകൾ അനുവദിച്ചത്. അപ്പോൾ പുതിയ ബാച്ചുകൾ 50ഓളം സീറ്റുകളാണ് പല ക്യാമ്പസുകളിലും എന്തായിട്ടുള്ളത്, അലൗട്ട് ചെയ്യപ്പെട്ടിട്ടുള്ളത്. അതുപോലെ തന്നെ മക്കൾക്കുള്ള മറ്റൊരു ഡൗട്ടാണ്, വാക്കൻസി ഇല്ലാത്ത ക്യാമ്പസുകളിലേക്ക് നമുക്ക് ട്രാൻസ്ഫർ കൊടുക്കാൻ സാധിക്കുമോ? തീർച്ചയായിട്ടും സാധിക്കും. അതെങ്ങനെയെന്നുള്ളതും കൂടി നമ്മൾ ഈ ഒരു വീഡിയോയിൽ കാണിക്കുന്നതായിരിക്കും. ഓക്കെ, സോ ഇവിടെ കൃത്യമായിട്ട് ശ്രദ്ധിക്കുക. നമ്മൾ ചെയ്യേണ്ടത് ഇത്ര മാത്രമേ ഉള്ളൂ. നമ്മുടെ HSCAP എന്ന് പറയുന്ന വെബ്സൈറ്റിൽ നമ്മൾ ലോഗിൻ ചെയ്യുന്ന ഒന്നുമില്ല, ഒരു ബ്രൗസർ, ഏതെങ്കിലും ഒരു ബ്രൗസർ എടുക്കുന്നു. ആ ബ്രൗസറിൽ നിങ്ങൾ HSCAP എന്ന് സെർച്ച് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് സ്വാഭാവികമായിട്ടും, ഞാൻ ജസ്റ്റ് ഒന്ന് കാണിച്ചു തരാം, പുതിയൊരു ബ്രൗസർ എടുക്കുന്നു സാറ്, എന്നിട്ട് HSCAP എന്ന് പറഞ്ഞ് HSCAP കേരള എന്ന് ടൈപ്പ് ചെയ്യുമ്പോഴേക്കും നിങ്ങൾക്ക് വരുന്ന ആദ്യത്തെ വെബ്സൈറ്റിൽ തന്നെയാണ് നിങ്ങൾ പോവേണ്ടത്. ഈ ഒരു വെബ്സൈറ്റ് നിങ്ങൾ ക്ലിക്ക് ചെയ്യുന്നതോടുകൂടി നിങ്ങൾ ഓട്ടോമാറ്റിക്കലി നമ്മുടെ HSCAPന്റെ വെബ്സൈറ്റിലേക്ക് എന്താക്കുന്നതാണ്, പോകുന്നതാണ്. ഓക്കെ, ഈ ഒരു വെബ്സൈറ്റിൽ നിങ്ങൾക്ക് ലെഫ്റ്റ് സൈഡിലായിട്ട് അല്ലെ, സ്ക്രീനിന്റെ ലെഫ്റ്റ് സൈഡിലായിട്ട് താഴോട്ട് പോകുന്ന സമയത്ത് ഇവിടെ കാൻഡിഡേറ്റ് ലോഗിൻ മെറിറ്റ് ബാർ സ്പോർട്സ് എന്ന് കാണാം. ഓക്കെ, ഈ ഒരു ഭാഗം ക്ലിക്ക് ചെയ്തതിന് ശേഷം നിങ്ങൾക്ക് ജസ്റ്റ് അതിലേക്ക്, അവരുടെ ഒരു വെബ്സൈറ്റിലേക്ക്, ലോഗിൻ വെബ്സൈറ്റിലേക്ക് പോകുന്നതായിരിക്കും. ഇവിടെ നിങ്ങളുടെ ആപ്ലിക്കേഷൻ നമ്പറും അതുപോലെ തന്നെ പാസ്വേഡും നിങ്ങളുടെ ഡിസ്ട്രിക്റ്റും നിങ്ങൾ സെലക്ട് ചെയ്തതിന് ശേഷം ലോഗിൻ ചെയ്യണം. യെസ് മക്കളെ, അപ്പോൾ നമ്മൾ ഇവിടെ ആപ്ലിക്കേഷൻ നമ്പർ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, നിങ്ങളുടെ ആപ്ലിക്കേഷൻ നമ്പർ നിങ്ങൾ കറക്റ്റായിട്ട് ടൈപ്പ് ചെയ്യുക, പാസ്വേഡും ടൈപ്പ് ചെയ്യുക. ശേഷം നിങ്ങൾക്ക് തൊട്ടടിയിലായിട്ട് നിങ്ങളുടെ ഡിസ്ട്രിക്റ്റ് സെലക്ട് ചെയ്യാനുള്ള ഓപ്ഷൻ ഉണ്ട്. നിങ്ങൾ ആ ഡിസ്ട്രിക്റ്റ് സെലക്ട് ചെയ്യുക. ഓക്കെ, സോ ഈ ഡിസ്ട്രിക്റ്റ് സെലക്ട് ചെയ്തതിന് ശേഷം നിങ്ങൾ ജസ്റ്റ് നിങ്ങളുടെ ലോഗിൻ എന്ന് പറയുന്ന ആ ഒരു ബട്ടൺ ക്ലിക്ക് ചെയ്യുക. ആദ്യത്തെ പ്രാവശ്യം നിങ്ങൾ ചെയ്യുന്ന സമയത്ത് ചിലപ്പം കിട്ടാൻ ചാൻസ് ഇല്ല, ഒന്നുകൂടി അതേ പേജ് റീലോഡ് ചെയ്ത് വരുന്നതായിരിക്കും. സോ ആ സമയത്ത് വീണ്ടും നിങ്ങളുടെ ആപ്ലിക്കേഷൻ നമ്പർ കറക്റ്റ് ആയിട്ട് കൊടുക്കുക, ശേഷം നിങ്ങളുടെ ഡിസ്ട്രിക്റ്റ് കറക്റ്റ് ആയിട്ട് കൊടുക്കുക, ദെൻ ലോഗിൻ ക്ലിക്ക് ചെയ്യുക. അപ്പോൾ നിങ്ങളുടെ OTP വരുന്ന ഒരു പേജിലേക്കാണ് നിങ്ങൾ വരിക. അവിടെ നിങ്ങളുടെ പേരും ഡീറ്റെയിൽസും കാര്യങ്ങളൊക്കെ കൊടുത്തിട്ടുണ്ടാവും. ഇനി നിങ്ങൾ ചെയ്യേണ്ടത് എന്താണെന്ന് വെച്ചാൽ OTP, സെൻഡ് OTP എന്ന് കൊടുത്തതിന് ശേഷം നിങ്ങൾ നിങ്ങളുടെ OTPക്ക് ആയിട്ട് വെയിറ്റ് ചെയ്യുക. നിങ്ങൾ കൊടുത്തിട്ടുള്ള മൊബൈൽ നമ്പറിലേക്ക് SMS ആയിട്ടായിരിക്കും OTP വരിക. ആ OTP നിങ്ങൾ അവിടെ ടൈപ്പ് ചെയ്ത് കൊടുത്തതിന് ശേഷം നിങ്ങൾക്ക് ലോഗിൻ ചെയ്യാൻ സാധിക്കുന്നതാണ്. ശേഷം നിങ്ങൾ OTP അടിച്ചതിന് ശേഷം സബ്മിറ്റ് OTP എന്ന് പറയുന്ന ബട്ടൺ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങളുടെ ഡാഷ്ബോർഡിലേക്ക് നിങ്ങൾ എൻ്റർ ചെയ്യുന്നതായിരിക്കും. ഈ ഒരു ഡാഷ്ബോർഡിൽ നിങ്ങൾക്ക് കൃത്യമായിട്ട് നോക്കി കഴിഞ്ഞാൽ ലിങ്ക്സ് എന്ന് പറയുന്ന സ്ഥലത്ത് നിങ്ങൾക്ക് അപ്ലൈ ഫോർ സ്കൂൾ കോമ്പിനേഷൻ ട്രാൻസ്ഫർ എന്നുള്ളത് സാധിക്കും. ഇവിടെ എൻ്റെ മക്കൾ ശ്രദ്ധിക്കേണ്ട ഒരു വിഷയം എന്ന് വെച്ചാൽ, ഈ കുട്ടിക്ക് ഓൾറെഡി ഒരു സ്കൂളിൽ അഡ്മിഷൻ കിട്ടിയിട്ടുണ്ട്. ഓക്കെ, കുന്നമംഗലം ഹയർ സെക്കൻഡറി സ്കൂളിലെ കമ്പ്യൂട്ടർ സയൻസിനാണ് ഈ കുട്ടിക്ക് കിട്ടിയിട്ടുള്ളത്. സോ ഇവിടെ നിന്നും കുട്ടി ട്രാൻസ്ഫർ അടിക്കുകയാണെങ്കിൽ കുട്ടിക്ക് എവിടേക്കൊക്കെ കൊടുക്കാം, സ്വന്തം സ്കൂളിൽ എങ്ങനെ കൊടുക്കാം എന്നുള്ള ഡീറ്റെയിൽസ് ഒക്കെ നമ്മൾ ഈ വീഡിയോയിൽ പറയുന്നതായിരിക്കും കേട്ടോ. സോ നമ്മൾ ശ്രദ്ധിക്കുക, ഇവിടെ അപ്ലൈ ഫോർ സ്കൂൾ കോമ്പിനേഷൻ ട്രാൻസ്ഫർ എന്നുള്ളത് ക്ലിക്ക് ചെയ്യുക. ശേഷം അവരിവിടെ ചോദിക്കുന്നുണ്ട്, ഇപ്പം അഡ്മിറ്റ് ചെയ്ത സ്കൂളിന്റെ നമ്പർ ഇവിടെ കൊടുത്തിട്ടുണ്ട്, ആസ് വെൽ ആസ് അഡ്മിറ്റഡ് കോഴ്സ് ഏതാന്നുള്ളത് കൃത്യമായിട്ട് കൊടുക്കുന്നുണ്ട്. ഇനി നിങ്ങൾ ചെയ്യേണ്ടത്, നിങ്ങൾക്ക് ഏത് സ്കൂളിലേക്കാണ് ട്രാൻസ്ഫറിന് നിങ്ങൾ അപ്ലൈ ചെയ്യുന്നത് ആ ഒരു സ്കൂളിന്റെ കോഡ് നിങ്ങൾ എന്താക്കി കൊടുക്കുക, അവിടെ ടൈപ്പ് ചെയ്യുക. ടൈപ്പ് ചെയ്തതിന് ശേഷം നിങ്ങൾ അവിടെയുള്ള കോഴ്സുകൾ താഴത്തെ ടു കോഴ്സസ് എന്ന് പറയുന്നുണ്ടാവും. ആ കോഴ്സിൽ നിങ്ങൾ ക്ലിക്ക് ചെയ്തതിന് ശേഷം സബ്മിറ്റ് കൊടുക്കാം. ഓക്കെ, സോ തൊട്ടടിയിലായിട്ട് നിങ്ങൾ താഴോട്ട് പോയി കഴിഞ്ഞാൽ നിങ്ങൾക്ക് കാണാം, ചക്കാലക്കൽ ഹയർ സെക്കൻഡറി സ്കൂളിലെ ഫസ്റ്റ് ഓപ്ഷൻ ആയിട്ടുള്ള സയൻസ് ഓപ്ഷന് വേണ്ടിയിട്ട് കുട്ടി അപേക്ഷിച്ചിട്ടുണ്ട്. ആ സ്കൂൾ നെയിമും കാര്യങ്ങളും കൃത്യമായിട്ട് കിട്ടും. ഇനി കൂടുതൽ സ്കൂളുകൾ നിങ്ങൾക്ക് അപ്ലൈ ചെയ്യാം, ഒരു സ്കൂൾ മാത്രമല്ല. ഈ സ്കൂളിൽ വാക്കൻസി ഓൾറെഡി ഉണ്ട്, 50 വാക്കൻസീസ് ആണ് ഈ സ്കൂളിൽ, ചക്കാലക്കൽ സ്കൂളിൽ ബയോ സയൻസിനുള്ളത്. സോ അതുകൊണ്ടാണ് ഞാൻ ഫസ്റ്റ് ഓപ്ഷനായിട്ട് ഈ ഒരു ഓപ്ഷൻ കൊടുത്തിട്ടുള്ളത്. ഇനി നിങ്ങൾക്ക് അതിന്റെ താഴത്തായിട്ട് മറ്റ് സ്കൂളുകൾ കൊടുക്കാൻ സാധിക്കുന്നതാണ്. ശരി, കൂടുതൽ സ്കൂളുകൾ നിങ്ങൾക്ക് കൊടുക്കണമെന്നുണ്ടെങ്കിൽ ഒരു സ്കൂളിൽ മാത്രം കൊടുക്കണം എന്ന് നിർബന്ധമൊന്നുമില്ല, നിങ്ങൾക്ക് ഇഷ്ടമുള്ള സ്കൂളുകൾ കൊടുക്കാം. സോ അടുത്ത സ്കൂളിന്റെ കോഡും നിങ്ങൾ ടു സ്കൂൾ എന്നുള്ളടുത്ത് നിങ്ങൾക്ക് കൊടുക്കാവുന്നതാണ്. സാർ മറ്റൊരു സ്കൂളിന്റെ കോഡും കൂടി ഇവിടെ കൊടുക്കുകയാണ്. ആ കൊടുക്കുന്ന സമയത്ത് താഴത്ത് കോമ്പിനേഷൻസ് വരും, ഏതൊക്കെ കോഴ്സുകളാണ് അവിടെ ഉള്ളത് എന്നുള്ള നിലക്ക് നിങ്ങൾക്ക് ആ കോഴ്സുകളൊക്കെ കൊടുക്കാം. ഇത് കൊടുക്കുന്ന ഓർഡറിന് വളരെ ഇമ്പോർട്ടൻസ് ഉണ്ട്. കാരണം നിങ്ങൾ ഇതിൽ കൊടുക്കുന്ന ഫസ്റ്റ്
കിട്ടുന്ന ഫസ്റ്റ് നിൽക്കുന്ന സ്കൂളിലാണ് കൂടുതൽ പ്രാധാന്യം ഉണ്ടാവുക. കാരണം ആ സ്കൂളിൽ നിങ്ങൾക്ക് സീറ്റ് ഇല്ലെങ്കിൽ മാത്രമേ നിങ്ങൾ രണ്ടാമത്തെ സ്കൂളിലേക്ക് പരിഗണിക്കുകയുള്ളൂ. രണ്ടാമത്തെ സ്കൂളും ഇല്ലെങ്കിൽ മാത്രമേ മൂന്നാമത്തെ സ്കൂളിലേക്ക് പരിഗണിക്കുകയുള്ളൂ. ഇനി ഒരു സ്കൂളിൽ വാക്കൻസി ഇല്ല, അവിടെ ഫുൾ ആണെങ്കിൽ കൂടി നിങ്ങൾക്ക് ആ സ്കൂളിൽ നിങ്ങൾക്ക് അപേക്ഷ കൊടുക്കാം. കാരണം എന്താ വെച്ചാൽ അവിടെ നിന്നും ഒരു കുട്ടി മറ്റൊരു സ്കൂളിലേക്ക് പോയി കഴിഞ്ഞാൽ ആ ഒരു വാക്കൻസിയിലേക്ക് പരിഗണിക്കാൻ വേണ്ടിയിട്ട് നിങ്ങൾക്ക് ആ രീതിയിലും നിങ്ങൾക്ക് കൊടുക്കാൻ സാധിക്കുന്നതാണ്. അപ്പം അടുത്തതായിട്ട് നമ്മൾ ചെയ്യാൻ പോകുന്നത് അതേ സ്കൂൾ, കുട്ടി പഠിച്ചിട്ടുള്ള അതേ സ്കൂൾ, അതായത് 163 എന്ന് പറയുന്ന കോഡുള്ള നമ്മുടെ കുന്നമംഗലം സ്കൂളാണ് വരുന്നത്. സോ 163 എന്ന് പറയുന്ന കോഴ്സ് നമ്മൾ നമ്മുടെ സ്കൂൾ നമ്മൾ തിരഞ്ഞെടുക്കുന്നു. ശേഷം നമ്മൾ അതേ സ്കൂളിലെ കുട്ടി ഇപ്പൊ ഉള്ളത് 5 എന്ന് പറയുന്ന കോഴ്സിലാണ്, അതായത് കമ്പ്യൂട്ടർ സയൻസിലാണ് ഇപ്പൊ കുട്ടി ഉള്ളത്. കുട്ടിക്ക് ബയോ സയൻസിലേക്ക് പോകണമെന്നുണ്ടെങ്കിൽ അവിടെ 1 എന്ന് പറയുന്ന ഓപ്ഷൻ കൊടുത്ത്, അതായത് ആ സ്കൂളിൽ ഇപ്പൊ കൊമേഴ്സ് പഠിക്കുന്ന കുട്ടിക്ക് ഒരു സയൻസിലേക്ക് പോകണമെന്ന് ആഗ്രഹിക്കുന്ന മക്കളാണെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾക്ക് എന്ത് കൊടുക്കാം, കൊമേഴ്സിൽ നിന്നും സയൻസിലേക്കുള്ള ഓപ്ഷൻ കൊടുക്കുന്നതിന് കുഴപ്പമൊന്നുമില്ല. ഇനിയിപ്പോൾ സയൻസ് പഠിച്ചുകൊണ്ടിരിക്കുന്ന കുട്ടിക്ക് കൊമേഴ്സിലേക്ക് മാറണം എന്നുണ്ടെങ്കിലും ഈ രീതിയിൽ സാധിക്കുന്നതാണ്. സോ നിങ്ങൾ ആ കോഴ്സ് ഏത് കോഴ്സിലേക്കാണോ നിങ്ങൾക്ക് മാറേണ്ടത് അതുകൂടി കൊടുത്തതിന് ശേഷം സബ്മിറ്റ് ചെയ്യുക. സോ ഇതുപോലെ നിങ്ങൾക്ക് എത്ര സ്കൂളുകളിലാണോ സബ്മിറ്റ് ചെയ്യേണ്ടത് ആ സബ്മിറ്റ് ചെയ്യാനുള്ള സ്കൂളുകളൊക്കെ നിങ്ങൾ താഴത്ത് കൃത്യമായിട്ട് കൊടുത്തതിന് ശേഷം ക്രോസ് ചെക്ക് ചെയ്യുക. കൃത്യമായിട്ട് ക്രോസ് ചെക്ക് ചെയ്യുക. ഓക്കെ ആണെങ്കിൽ നിങ്ങൾക്ക് താഴത്ത് നിങ്ങൾക്ക് ഒരു ടിക്ക് ബോക്സ്, നിങ്ങളുടെ ഡിക്ലറേഷൻസിൽ ഒരു ടിക്ക് ബോക്സിൽ ഒരു ടിക്ക് മാർക്ക് ഇടാനുണ്ട്. ആ ടിക്ക് മാർക്ക് ഇട്ടതിന് ശേഷം താഴത്ത് നിങ്ങൾക്ക് കാണാം ട്രാൻസ്ഫർ എൻട്രി കൺഫർമേഷൻ. ഈ കൺഫർമേഷൻ നിങ്ങൾക്ക് എന്താക്കാവുന്നതാണ്, കൊടുക്കാവുന്നതാണ്. സോ ഏതെങ്കിലും സ്കൂൾസ് ആഡ് ഓൺ ചെയ്യണമെന്നുണ്ടെങ്കിൽ അത് ആഡ് ഓൺ ചെയ്തതിന് ശേഷം നിങ്ങൾക്ക് ഇത് ക്ലിക്ക് ചെയ്താൽ നെക്സ്റ്റ് പേജിലേക്ക് പോകുന്നതായിരിക്കും. ഓക്കെ കൊടുക്കാനുണ്ടാവും. അവിടെ നമ്മുടെ ഓപ്ഷൻ, നമ്മുടെ ഈ ഒരു അപേക്ഷ നമ്മൾ സബ്മിറ്റ് ചെയ്ത് കഴിഞ്ഞു. ഈ ഒരു രൂപത്തിലാണ് നമുക്ക് എന്താക്കാൻ പറ്റുന്നത്, സബ്മിറ്റ് ചെയ്യാൻ പറ്റുന്നത്. ഇനി നിങ്ങൾക്ക് ട്രാൻസ്ഫർ ആപ്ലിക്കേഷൻ പ്രിന്റ് ചെയ്യണമെന്നുണ്ടെങ്കിൽ പ്രിന്റ് ചെയ്തെടുക്കാനുള്ള ഒരു ഓപ്ഷൻ അവിടെ ഉണ്ട്. സോ ഈ രീതിയിലാണ് മക്കളെ നമുക്ക് അപ്ലിക്കേഷൻ ഫോം കൊടുക്കാൻ സാധിക്കുക. അതിനുശേഷം നിങ്ങൾക്ക് കിട്ടുന്ന പ്രിന്റ് ഔട്ട് ഉണ്ട്, അത് നിങ്ങൾ സ്കൂളിൽ കൊടുക്കണം നിർബന്ധമൊന്നുമില്ല. സോ ബേസിക്കലി ഇത്രയും കാര്യങ്ങൾ നിങ്ങൾ ചെയ്തു കഴിഞ്ഞാൽ നിങ്ങളുടെ ട്രാൻസ്ഫർ അലോട്ട്മെന്റിന് വേണ്ടിയിട്ട് നിങ്ങൾ അപേക്ഷിച്ച് കഴിഞ്ഞു എന്നുള്ളതാണ്. ഇനി എൻ്റെ മക്കൾ മനസ്സിലാക്കേണ്ടത് കൂടുതലും ചാൻസ് കൊമേഴ്സ് ഹ്യൂമാനിറ്റീസ് കോഴ്സുകളിലേക്കൊക്കെയാണ് വരാൻ ചാൻസ് ഉള്ളത്. സയൻസിലേക്ക് നിങ്ങൾക്ക് കൊടുക്കാവുന്നതാണ്. നിങ്ങൾക്ക് ഇൻ കേസ് സയൻസ് കിട്ടിയിട്ടില്ല എന്നുള്ള കുട്ടികളാണെങ്കിൽ ഒന്നുകൊണ്ടും നിങ്ങൾ പേടിക്കേണ്ട. ആർക്കെ നിങ്ങൾക്കായിട്ട് ആർക്കെ ഇന്റഗ്രേറ്റഡ് സ്കൂൾസ് പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. മറ്റൊന്നുമല്ല, നിങ്ങൾ ട്യൂഷന് പോകേണ്ട ആവശ്യമില്ല. നിങ്ങൾക്ക് ട്യൂഷനും സ്കൂളിങ്ങും ഒക്കെ നമ്മുടെ കേരളത്തിലെ കോഴിക്കോടിലെ ഒരു നമ്പർ 1 സ്കൂളിൽ വെച്ച് തന്നെ നിങ്ങൾക്ക് ക്ലാസ്സും കാര്യങ്ങളൊക്കെ പ്രൊവൈഡ് ചെയ്യുന്നതായിരിക്കും. വിത്ത് എൻട്രൻസ് ക്ലാസ്സുകൾ പ്രൊവൈഡ് ചെയ്യുന്നതായിരിക്കും. ഓരോ ചാപ്റ്റേഴ്സും നിങ്ങളെ തറവായിട്ട് പഠിപ്പിച്ച് സെറ്റാക്കി എക്സാമുകൾ നടത്തി നിങ്ങൾക്ക് വേണ്ട കാര്യങ്ങൾ പക്കാ ക്ലിയർ ആക്കി തന്നിരിക്കൊണ്ട് നമ്മുടെ RK Nextന് അടിപൊളിയായിട്ടുള്ള ഒരു ഇന്റഗ്രേറ്റഡ് സ്കൂൾസ് ഉണ്ട്. നമ്മുടെ യൂട്യൂബിൽ കാണുന്ന നമ്മുടെ +1 +2 ചാനലുകളൊക്കെ നിങ്ങൾ എടുത്തു പോയി കഴിഞ്ഞാൽ അതിലൊക്കെ കാണുന്ന നമ്മുടെ ടീച്ചേഴ്സും അതുപോലെ തന്നെ നമ്മുടെ എൻട്രൻസ് ഫാക്കൽറ്റീസും ഒക്കെ നിങ്ങൾക്ക് ക്ലാസ് പ്രൊവൈഡ് ചെയ്യുന്നതായിരിക്കും. സോ ഇതുപോലത്തെ വീഡിയോസിനായിട്ട് ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് വെക്കാൻ മറക്കണ്ട. It's me, Serin Vadagan, signing off from RK Next. Bye bye, see you later.